ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഒരു ഫിഷ് കറിയാണേ. അതിന് വേണ്ടിയിട്ട് വെള്ളക്കോര, പല്ലിമീൻ എന്ന് പറയും, ഞങ്ങൾ വെള്ളക്കോര എന്നൊക്കെ പറയും. അപ്പോൾ ഇത് 1 കിലോ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ, 1 കിലോ മീനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ചട്ടി അടുത്ത് ഇട്ടിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് അരപ്പിനുള്ളതൊക്കെ എടുക്കേ. അരപ്പിന് ഇതിനകത്തുനിന്ന് 1 മുറി തേങ്ങയ്ക്കുള്ള ഇങ്ങോട്ട് ഇടേ. ഇത് 1 തേങ്ങയാണ്. കുറച്ച് മതിയേ. ഇതിനകത്ത് 2 വലിയ വെളുത്തുള്ളി, ഒരു 7-8 സാമ്പാർ ഉള്ളിയില്ലേ അത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 7 പിരിയമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുറച്ചുള്ള മല്ലി, ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ പേസ്റ്റ് പോലെ നല്ല അരച്ചെടുക്കേ. നമ്മുടെ ചട്ടി നോക്കാം. ചട്ടി വെള്ളമെല്ലാം പറ്റി വരുന്നു. ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മതി. എണ്ണയൊന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് 1 തണ്ട് കറിവേപ്പില, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഈ 2 ഇടത്തരം സവാള, ഇപ്പം കുഞ്ഞു സവാളയല്ലേ കിട്ടുന്നത്, അത് 2 വലുതാണെങ്കിൽ 1. ഒന്ന് കൂട്ടി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കേ. നമ്മുടെ ഈ വഴന്ന സവാളയിലോട്ടില്ലേ 2 തക്കാളി അതിട്ട് കൊടുക്കേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തീ കുറച്ചും കൂടെ കുറയ്ക്കേ. മീഡിയത്തിന് തീരെ കുറയ്ക്കേണ്ട, മീഡിയത്തിന് തൊട്ട് താഴെ. ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഈ അരയ്ക്കാൻ എടുത്ത് വെച്ചില്ലേ, ഇത് അരച്ചുകൊണ്ടിരിക്കുക. തേങ്ങ നമ്മുടെ തക്കാളി നോക്കേ. തക്കാളിയൊക്കെ ഇത് മതിയേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വന്ന് ഈ തേങ്ങാക്കൂട്ടില്ലേ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണേ ഈ തേങ്ങാക്കൂട്ട്. ഇതിനകത്ത് വെളുത്തുള്ളി അരച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ആ പച്ച മണം ഒന്ന് മാറണം. ഇങ്ങനെ കിടക്കട്ടെ. ഒരു മിനിറ്റ്, 1-1.5 മിനിറ്റ് മതി.
അകത്തോട്ടൊക്കെ തെറിച്ച് വീഴുന്നേ. അതുകൊണ്ട് എങ്ങനെ വെച്ചേക്ക് നടപ്പ്. ഒരു 1-2 മിനിറ്റ് ആയിപ്പോ 1-2 മിനിറ്റ് ആയി. നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചോണ്ടേ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ടെ, കുറച്ചല്ല, ഈ മീനിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് മീൻ്റെ എടുക്കട്ടെ. നമ്മുടെ ഈ കഴി വെച്ചേക്കുന്ന മീനില്ലേ, അതിട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് ഒരു 2 കഷ്ണം കുടംപുളി കഴിയെടുത്ത് ഇട്ട് കൊടുക്കേ. 2ആയിട്ട് മുറിച്ചിട്ട് ഇനി ഒന്ന് തിളക്കട്ടെ. തീനെ മാക്സിമത്തിൽ വെക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കേ. ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് തിളച്ചിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് എടുക്കണം. പിന്നെ ആ ഉലുവാപ്പൊടി ഇടണ്ടേ. ഒന്ന് തിളച്ചൊരു 2 മിനിറ്റ് വേവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഉലുവാപ്പൊടി ഇട്ടിടാം. നമ്മുടെ കറി തിളച്ചേ, നോക്കാം. കറി തിളച്ചു. ഇനി ഞാൻ ഇത് തീ ഒന്ന് കുറച്ച് അടച്ചിരിക്കട്ടെ. ഇനി തീ മീഡിയത്തിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കേ. ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ കറി നോക്കേ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയേ, ഇച്ചിരി കൂടെ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി ഇത് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് തീ നല്ല സിമ്മിൽ, തീരെ കുറച്ചിടേ, സിമ്മിലിടാം. ഇനി ഇതൊരു 4-5 മിനിറ്റ് ഇതിനകത്ത് വേവട്ടെ. തീരെ കുറച്ചിട്ടേക്കെ. ഇന്നലെ മീനിനകത്ത് ഉപ്പും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. നമ്മുടെ കറി നോക്കേ. ഒരു 5-6 മിനിറ്റായി. ഓക്കെ, നല്ല സ്മെല്ലുണ്ട്, നല്ല മണം. ഞാൻ തവി ഇടുന്നില്ല, ഇതൊന്ന് ചുറ്റി കൊടുക്കാം. തീരെ കുറച്ചല്ലേ തീയിട്ടേക്കുന്നേ, അന്നേരം പിന്നെ തടിയിൽ പിടിക്കില്ല. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക്, ഒരു 3 തണ്ട് കറിവേപ്പില. ഇതൊന്ന് ഇത് അടച്ചിട്ട് ഗ്യാസ് ഓഫാക്കാം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞെടുക്കാം. നമ്മുടെ കറി നോക്കിയാലോ. നല്ല സൂപ്പർ കറി. താഴോട്ടോട്ടെ.
നല്ല മണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ലേ. കാര്യം ഞാൻ അധികം റവിയിട്ട് ഇളക്കാറില്ല. ഓക്കെ, അത് എപ്പോഴും ഞാൻ മീൻ വേവിക്കുമ്പോൾ ഇങ്ങനെ തീ കുറച്ചിട്ടേ വേവിക്കത്തുള്ളൂ. കാര്യം അല്ലെങ്കിൽ മീൻ വെന്ത് ചാറങ്ങ് വറ്റും. അല്ല, മീൻ വെന്തല്ല, തിളച്ച് ചാറ് പറ്റും. മീൻ ഇങ്ങനെ വേവാതെ ഉപ്പും പുളിയും പിടിക്കാതെ കിടക്കും. കണ്ടില്ലേ നമ്മുടെ സൂപ്പറായിട്ടുള്ള മീൻ കറി. അപ്പോൾ എപ്പോഴും പറയുന്ന കണക്ക് മീൻ ഏതായാലും പ്രശ്നമില്ല, കറി ഇത് മതി എന്നാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.